തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാതെ ഗൺമാൻമാർ. മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും ഒപ്പമുള്ളവരാണ് ചട്ടലംഘനം നടത്തുന്നത്. പിണറായിയുടെ ഗൺമാൻ അടക്കമുള്ളവരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫലം വന്ന് 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നതാണ് ചട്ടം. ഗൺമാൻമാർ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ DGPക്കും ഉത്തരവിറക്കാനാകുന്നില്ല. ചട്ടലംഘനം ഗൗരവത്തിൽ കാണാനാണ് പോലീസ് തീരുമാനം. പി ജയരാജൻ ഒഴികെയുള്ള നേതാക്കളുടെ ഗൺമാൻമാരെ പിൻവലിക്കാനും നീക്കമുണ്ട്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, എന്തുകൊണ്ടാണ് വളരെ പ്രകടമായ ഒരു ചട്ടലംഘനം ഉണ്ടാകുന്നത്? തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ തുടർ നടപടിയെടുക്കാൻ കഴിയുള്ളൂ. അതായത് പോലീസ് ആസ്ഥാനത്ത് അവർ റിപ്പോർട്ട് ചെയ്യുന്ന പക്ഷം അടുത്ത ഉത്തരവ് പുറപ്പെടുവിക്കാം. ഇപ്പോൾ തൽക്കാലം സുരക്ഷ വേണ്ടവരാണെങ്കിൽ അവർക്ക് ഗൺമാൻമാരെ വീണ്ടും അലോട്ട് ചെയ്യും. പക്ഷേ അത് ഒരു ഉത്തരവ് കൂടി പുറപ്പെടുവിച്ച ശേഷം മാത്രമേ കഴിയുകയുള്ളൂ. അത്തരത്തിലൊരു ചട്ടം നിലനിൽക്കുകയാണ്. അത് അറിയാമായിരുന്നിട്ടും അത് മറികടന്നുകൊണ്ട് ഇപ്പോഴും മന്ത്രിമാരുടെയും കാവൽ മുഖ്യമന്ത്രിയുടെയും കൂടെ ഈ ഗൺമാൻമാർ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. മാത്രമല്ല മറ്റൊരു നീക്കം കൂടി പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത് ചില നേതാക്കൾ, അതായത് പി ജയരാജൻ, EP ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ എന്നീ 3 CPM നേതാക്കൾക്ക് 2 വീതം ഗൺമാൻമാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണഗതിയിൽ ഒരു ഗൺമാനെ മാത്രമേ അനുവദിക്കാറുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ 2 ഗൺമാൻമാരെ ഇനി അനുവദിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി DGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പി ജയരാജന്റെ ജീവന് മാത്രമാണ് ഭീഷണി എന്നുള്ള റിപ്പോർട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ 2 ഗൺമാൻമാരെ നിലനിർത്തിയേക്കും. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ EP ജയരാജനും 2 ഗൺമാൻമാർ ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല അകാരണമായും അനാവശ്യമായും ഗൺമാൻമാരെ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പിൻവലിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇലക്ഷനിൽ നിന്ന് പരാജയപ്പെട്ട ഒരു CPM നേതാവിന് പോലും ഒരു സാഹചര്യത്തിൽ ഒരു ഗൺമാനെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി. അപ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടുകൂടി ഇത്തരത്തിൽ ഗൺമാൻമാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ നിയമിക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായി നിലവിലുണ്ടായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി അത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള അല്ലെങ്കിൽ അത്തരം മുൻപുണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ പിൻവലിക്കാനുള്ള ഒരു നീക്കം കൂടി തയ്യാറാക്കുന്നുണ്ട് പോലീസ് ആസ്ഥാനത്തു നിന്നുള്ളതാണ്. ജൂൺ ആദ്യ വാരത്തോടുകൂടി ചട്ടലംഘനവുമായി ഗൺമാൻമാർ 3 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യണമെന്ന ചട്ടമാണ് വളരെ പ്രകടമായി ലംഘിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരവിറക്കാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് സാധിക്കുന്നുമില്ല.